പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ലെസൺ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ഈ സ്റ്റോറിയുടെ സമ്മറി. ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ വൈൽ വി റീഡ് എന്ന ക്യാപ്ഷനിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും, അതുപോലെ തന്നെ ലെറ്റ്സ് റിവൈൻഡ് എന്ന ഹെഡിങ്ങിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം ഈ സ്റ്റോറിയുടെ സമ്മറി വായിക്കാം. A Long Walk with Granny summary. This story by Ruskin Bond is about Manny and his loving granny who lives in a hillside village. ഗ്രാമത്തിൽ കുന്നിൻ ചരിവിൽ ജീവിക്കുന്ന മാനി എന്ന കുട്ടിയുടെയും അവൻ്റെ മുത്തശ്ശിയുടെയും കഥയാണ് റസ്കിൻ ബോണ്ടിൻ്റെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ഈ കഥ. Though her eyesight is weak and her glasses are old and scratched, Granny is strong and active. മുത്തശ്ശിയുടെ കാഴ്ചശക്തി ദുർബലമായിട്ടുണ്ട്. പഴയ കണ്ണടയാണ് ഉപയോഗിക്കുന്നത്, സ്ക്രാച്ച് എല്ലാം വീണ. എന്നിരുന്നാലും മുത്തശ്ശി ഇപ്പോഴും ആരോഗ്യവതിയാണ്, വളരെ ആക്റ്റീവുമാണ്. ഷി ഹാസ് ബ്രോട്ട് അപ്പ് മാനി സിൻസ് ഹിസ് മദർ ഡൈഡ്. മാനിയുടെ അമ്മ മരിച്ചതു മുതൽ ഈ മുത്തശ്ശിയാണ് മാനിയെ വളർത്തിയത്. ആൻഡ് ടേക്സ് കെയർ ഓഫ് ദ ഹൗസ് ഹോൾഡ് ഇൻക്ലൂഡിംഗ് മാനിസ് ഫാദർ, കൗസ് ആൻഡ് ഹെൻസ്. വീട്ടുകാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ പരിപാലിച്ചു പോരുന്നതും ഈ മുത്തശ്ശിയാണ്. മാനിയുടെ അച്ഛനെയും വീട്ടിലെ പശുക്കളെയും കോഴികളെയും എല്ലാം സംരക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും എല്ലാം ഈ മുത്തശ്ശി തന്നെയാണ്. One day Manny's father suggests taking her to Missouri to get her eyes checked and glasses changed. ഒരു ദിവസം മാനിയുടെ അച്ഛൻ ഒരു നിർദ്ദേശം വെച്ചു. മുസൂറി പട്ടണത്തിൽ പോയി മുത്തശ്ശിയുടെ കണ്ണുകൾ പരിശോധിക്കണം, കണ്ണട മാറ്റി വാങ്ങണം. ബട്ട് ഗ്രാനി റിഫ്യൂസസ് ആസ് ഷീ ഡസൻറ്റ് വാണ്ട് ടു ബി എവേ ഫ്രം മാനി. എന്നാൽ മുത്തശ്ശി ഇതിന് സമ്മതിക്കുന്നില്ല, കാരണം മാനിയെ പിരിഞ്ഞിരിക്കാൻ മുത്തശ്ശിക്കാകുമായിരുന്നില്ല. വെൻ മാനി ഓഫേഴ്സ് ടു ഗോ വിത്ത് ഹർ ഷീ ഹാപ്പിലി അഗ്രീസ്. എന്നാൽ മുത്തശ്ശിയോടൊപ്പം മാനി പോകാം എന്നവൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി മുത്തശ്ശി അത് സ്വീകരിക്കുന്നു, മുസൂറിയിലേക്ക് പോകാൻ സമ്മതിക്കുന്നു. ഷീ ഓൾസോ പ്ലാൻസ് ടു ബൈ സം സീഡ്സ്, ബൾബ്സ്, എ ബെൽ ഫോർ ദ കൗ, എ പുലോവർ ഫോർ മാനീസ് ഫാദർ ആൻഡ് ഷൂസ് ഫോർ മാനി. മുസൂറിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും വിത്തുകളും കിഴങ്ങുകളും അവരുടെ പശുക്കുട്ടിക്കൊരു കഴുത്തിലണിയാനുള്ള ബെല്ലും മാനിയുടെ അച്ഛനൊരു പുലോവർ, ഒരു സ്വെറ്ററും, അതോടൊപ്പം മാനിക്ക് ഷൂസും ഒക്കെ വാങ്ങണമെന്നും മുത്തശ്ശി പ്ലാൻ ചെയ്യുന്നു. മാനീസ് ഫാദർ ജോക്സ് ദാറ്റ് ദ ട്രിപ്പ് ഈസ് മോർ ഓഫ് എ ഷോപ്പിംഗ് ടൂർ. ഇതെല്ലാം കേട്ട് മാനിയുടെ അച്ഛൻ മുത്തശ്ശിയെ കളിയാക്കുന്നു. കണ്ണു പരിശോധിക്കാനുള്ള ഒരു യാത്രയല്ല ഇത്, മറിച്ച് ഇതൊരു ഷോപ്പിംഗ് ടൂറാണെന്ന് കളിയാക്കുന്നു. ഗ്രാനി ആൻഡ് മാനി വാക്ക് ടു നെയിൻ, ദ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ്. മുസൂറിയിലേക്ക് ബസ് ലഭിക്കാനുള്ള ഏറ്റവും നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് നെയ്നിറ്റാൾ എന്ന നെയിനിലാണ്. അതുകൊണ്ട് ഗ്രാനിയും മാനിയും നെയിൻ ലക്ഷ്യമാക്കി നടക്കാൻ തീരുമാനിക്കുന്നു. ഓൺ ദ വേ മാനി സ്റ്റോപ്സ് ടു പിക്ക് ബ്ലാക്ക്ബെറീസ് ബട്ട് ഗ്രാനി കീപ്സ് വാക്കിംഗ് സ്റ്റഡിലി. വഴിയിൽ കണ്ട ബ്ലാക്ക്ബെറീസ് ഒക്കെ ശേഖരിക്കാൻ മാനി പലപ്പോഴും നടത്തം നിർത്തുന്നു. എന്നാൽ യാതൊരു ക്ഷീണവുമില്ലാതെ ഗ്രാനി ഒരേ വേഗതയിൽ നടത്തം തുടരുന്നു. ദേ വാക്ക്, ടോക്ക്, ഈറ്റ് ആൻഡ് ടേക്ക് റെസ്റ്റ് ആൻഡ് ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ റീച്ച് നെയിൻ. അങ്ങനെ സംസാരിച്ചും നടന്നും ഭക്ഷണം കഴിച്ചും റെസ്റ്റ് എടുത്തും വൈകുന്നേരമായപ്പോഴേക്കും അവർ നെയിനിൽ എത്തിച്ചേരുന്നു. ദേ സ്റ്റേ ദ നൈറ്റ് അറ്റ് ഹിസ് അങ്കിൾസ് ഹൗസ്. അന്ന് രാത്രി അവർ മാനിയുടെ അങ്കിളിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ആൻഡ് സെറ്റ് ഔട്ട് ഫോർ മുസൂറി ദ നെക്സ്റ്റ് മോർണിംഗ്. പിറ്റേന്ന് രാവിലെയാണ് മുസൂറിയിലേക്ക് അവർ യാത്ര പുറപ്പെടുന്നത്. എ ലാൻഡ് സ്ലൈഡ് ബ്ലോക്സ് ദി റോഡ്സ് ആൻഡ് മോസ്റ്റ് പാസഞ്ചേഴ്സ് റിട്ടേൺ. എന്നാൽ മുസൂറിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ റോഡ് തടസ്സപ്പെടുത്തുന്നു. ബസ് മുന്നോട്ട് പോകാതെ നൈനിറ്റാളിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു. ബസ്സിനോടൊപ്പം മിക്ക യാത്രക്കാരും തിരിച്ചു പോരാനും തീരുമാനിക്കുന്നു. ബട്ട് ഗ്രാനി ആൻഡ് മാനി ബ്രേവ്ലി കണ്ടിന്യൂ ഓൺ ഫോർട്ട്. എന്നാൽ ഗ്രാനിയും മാനിയും ധൈര്യത്തോടെ മുസൂറിയിലേക്ക് നടന്നു പോകാനും തീരുമാനിക്കുന്നു. അറ്റ് ദ ഹോസ്പിറ്റൽ ഗ്രാനി ഗെറ്റ്സ് ന്യൂ ഗ്ലാസസ്. ഹോസ്പിറ്റലിലെത്തി കണ്ണ് പരിശോധിച്ച് ഗ്രാനിക്ക് പുതിയ കണ്ണടയൊക്കെ അവർ വാങ്ങുന്നു. ഷീ ഈസ് thrilled to see Manny clearly and lovingly admonishes him to have a haircut, to take a bath
ആൻഡ് ടു ഹാവ് ബട്ടൺസ് ഓൺ ഹിസ് ഷർട്ട്. അങ്ങനെ പുതിയ കണ്ണട കിട്ടി, കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം മുത്തശ്ശി ആദ്യമായി മാനിയെ കണ്ട് ആശ്ചര്യപ്പെടുന്നു, വളരെയധികം ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. ഉടനെ തന്നെ സ്നേഹപൂർവം മാനിയെ അവർ ഗുണദോഷിക്കുന്നു. അവൻ്റെ ഹെയർ കട്ട്, മുടിയൊന്ന് വെട്ടാനും ഒതുക്കാനും അതോടൊപ്പം തന്നെ വൃത്തിയായിട്ട് കുളിക്കാനും അവൻ്റെ ഷർട്ടിൽ ബട്ടൺസൊക്കെ ഉപയോഗിക്കാനും ഒക്കെ മുത്തശ്ശി അവനെ ഉപദേശിക്കുന്നു, ഗുണദോഷിക്കുന്നു സ്നേഹപൂർവം. After shopping, they returned by bus with Manny fast asleep, dropping his head on Granny's shoulder. അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ മുസോറിയിൽ നിന്നും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മറ്റൊരു ബസ്സിൽ അവർ നെയ്നിലേക്ക് തിരിച്ചു പോരുന്നു. ദുർഘടമായ ആ യാത്രയിലും മുത്തശ്ശിയുടെ ചുമലിലേക്ക് തല ചായ്ച്ചുകൊണ്ട് മാനി വളരെ കംഫർട്ടബിളായി ഗാഢമായി ഉറങ്ങുന്നു. The story highlights Granny's strengths, love and her deep bond with Manny. ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത് സ്നേഹനിധിയായ ആ മുത്തശ്ശിയുടെ സ്ട്രെങ്ത്തും ലവ്, സ്നേഹവും കരുതലും, ആൻഡ് എ ഡീപ്പ് ബോണ്ട് വിത്ത് മാനി എന്ന തൻ്റെ ഗ്രാൻഡ് സണ്ണിനോടുള്ള അഗാധമായ ബന്ധവും ഒക്കെയാണ്. ഇനി ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ വൈൽ വി റീഡ് എന്ന ടൈറ്റിലിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സും പരിശോധിക്കാം. ക്വസ്റ്റ്യൻ 1. Why couldn't Granny see properly through her glasses? എന്തുകൊണ്ടായിരുന്നു മുത്തശ്ശിക്ക് അവരുടെ കണ്ണടയിലൂടെ വേണ്ട വിധം കാണാൻ കഴിയാതിരുന്നത്? Granny's eyes had grown steadily weaker. മുത്തശ്ശിയുടെ കാഴ്ച ക്രമേണ വീക്കറായിരുന്നു, ദുർബലമായിരുന്നു. മാത്രവുമല്ല, she wore a pair of glasses that was more than 10 years old. 10 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കണ്ണടയായിരുന്നു അവർ ധരിച്ചിരുന്നത്. ആൻഡ് ദ ഗ്ലാസസ് വർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. ആ കണ്ണടയുടെ ഗ്ലാസുകൾ ഇപ്പോൾ സ്ക്രാച്ചായും അതിൽ പുള്ളികൾ വീണുമെല്ലാം നാശമായിരിക്കുന്നു. സോ ഷീ കുഡ്ന്റ് സീ പ്രോപ്പർലി ത്രൂ ഹെർ ഗ്ലാസസ്. അങ്ങനെ പഴകിയ മോശമായ ആ ഗ്ലാസ്സിലൂടെ വേണ്ട വിധം അവർക്ക് കാണാനും കഴിയുമായിരുന്നില്ല. ക്വസ്റ്റ്യൻ 2. Why didn't Granny want to be parted from Manny? മാനിയെ പിരിയാൻ ഗ്രാനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? Granny had brought him up ever since Manny's mother had died when he was only a year old. മാനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അമ്മ മരണപ്പെട്ടത്. അതുമുതൽ മാനിയെ പോറ്റി വളർത്തിയത് ഈ ഗ്രാനിയാണ്. സോ ഗ്രാനി കുഡ് നോട്ട് ഈവൻ തിങ്ക് ഓഫ് ബീങ് പാർട്ടഡ് ഫ്രം ഹിം. അതുകൊണ്ട് തന്നെ അവനെ പിരിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആ മുത്തശ്ശിക്ക് ആകുമായിരുന്നില്ല. Question 3. Do you think Granny was confident about walking to Nain? Give reasons. നെയ്നിലേക്ക് നടക്കാനുള്ള ആത്മവിശ്വാസം മുത്തശ്ശിക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? എങ്കിൽ അതിനുള്ള കാരണങ്ങൾ കൂടെ വിശദീകരിക്കുക. Yes, Granny was full of confidence about walking. അങ്ങോട്ട് നടക്കാനുള്ള പൂർണ്ണമായ കോൺഫിഡൻസ് ഗ്രാനിക്കുണ്ടായിരുന്നു. Because there was nothing wrong with her legs. മുത്തശ്ശിക്ക് അവരുടെ കാലുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. Though her eyesight was a little poor. കാഴ്ച അല്പം മോശമായിരുന്നെങ്കിലും നടക്കാൻ കാലുകൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. Moreover, the way to Nain was downhill. നൈനിറ്റാളിലേക്കുള്ള വഴി അങ്ങോട്ട് പോകുമ്പോൾ ഡൗൺ ഹില്ലാണ്, ഇറക്കമാണ് കൂടുതലും. ആൻഡ് അപ്പ് ഹിൽ വൈൽ കമ്മിങ് ബാക്ക്. തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പ് ഹില്ലാണ്, കയറ്റമായിരിക്കും. വിച്ച് വാസ് ഈസിയർ ഫോർ ഹർ. കയറ്റം മുത്തശ്ശിക്ക് പ്രയാസമായിരുന്നില്ല, കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എന്നാണ് അവർ കരുതിയിരുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ നൈനിറ്റാൾ ലക്ഷ്യമാക്കി നടക്കാൻ മുത്തശ്ശിക്ക് പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. Question 4. Why does Manny's father call Granny's journey to Missouri a shopping trip? എന്തുകൊണ്ടാണ് മാനിയുടെ അച്ഛൻ ഗ്രാനിയുടെ മുസൂറിയിലേക്കുള്ള യാത്രയെ ഒരു ഷോപ്പിംഗ് ട്രിപ്പ് എന്ന് പറയുന്നത്? Granny had planned to buy from Missouri some seeds, bulbs, a bell for their white cow, a pullover for Manny's father and a pair of shoes for Manny. മുസൂറിയിൽ പോകുമ്പോൾ ഇത്രയും സാധനങ്ങൾ, വിത്തുകളും കിഴങ്ങുകളും പശുക്കുട്ടിക്ക് കഴുത്തിലണിയാനുള്ള ബെല്ലും മാനിയുടെ അച്ഛനൊരു പുല്ലോവറും മാനിക്ക് ഷൂസും ഒക്കെ വാങ്ങാൻ ഒരു നീണ്ട ഷോപ്പിംഗ് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു.
Because of this long shopping list, Man's father calls the journey a shopping trip. ഈ നീണ്ട ഷോപ്പിംഗ് ലിസ്റ്റ് കാരണമാണ് മാനിയുടെ അച്ഛൻ മുത്തശ്ശിയുടെ യാത്രയെ ഒരു ഷോപ്പിംഗ് ട്രിപ്പ് എന്ന് വിളിക്കുന്നത്. Question 5. Why couldn't Manny keep up with Granny on the walk? എന്തുകൊണ്ടാണ് മുത്തശ്ശിയോടൊപ്പം നടന്നെത്താൻ മാനിക്ക് കഴിയാതെ വന്നത്? Manny stopped walking to pick wild blackberries from a bush. വഴിയിൽ കണ്ട ഒരു കുറ്റിച്ചെടിയിൽ നിന്നും ബ്ലാക്ക്ബെറീസ് ശേഖരിക്കാൻ വേണ്ടി മാനി നടത്തം കുറച്ചു നേരം നിർത്തി. ബട്ട് ഗ്രാനി ഡിഡ് നോട്ട് സ്ലാക്കൻ ഹർ സ്പീഡ്. എന്നാൽ മുത്തശ്ശി അവരുടെ നടത്തത്തിൻ്റെ വേഗത കുറച്ചതുമില്ല. Therefore Manny couldn't keep up with Granny on the walk. അതുകൊണ്ടാണ് മുത്തശ്ശിയോടൊപ്പം നടന്നെത്താൻ മാനിക്ക് കഴിയാതെ പോയത്. Question 6. Landslides are becoming more frequent now, aren't they? ഇക്കാലത്ത് ലാൻഡ്സ്ലൈഡ്സ്, ഉരുൾപൊട്ടലുകൾ, അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ബിക്കമിങ് മോർ ഫ്രീക്വൻറ്റ്, ഇടയ്ക്കിടെ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നില്ലേ? മേക്ക് എ ലിസ്റ്റ് ഓഫ് റീസെൻറ്റ് നാച്ചുറൽ കലാമിറ്റീസ്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് തയ്യാറാക്കുക. ദെൻ ഡിസ്കസ് ദ പോസിബിൾ കോസസ് ഓഫ് ദം. ഇത്തരം ദുരന്തങ്ങളുടെ കാരണം എന്തായിരിക്കുമെന്നും ഡിസ്കസ് ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏതാനും എക്സാമ്പിൾസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എ. വയനാട് ലാൻഡ്സ്ലൈഡ്സ്, മുണ്ടക്കൈ ആൻഡ് ചുരൽമല ഇവിടെയൊക്കെ സംഭവിച്ച ലാൻഡ്സ്ലൈഡ്സ് ഇൻ ജൂലൈ 2024 കോസിങ് ഓവർ 420 ഡെത്ത്സ്. 2024 ജൂലൈയിലാണ് വയനാട് ലാൻഡ്സ്ലൈഡ് സംഭവിച്ചതും അതിൽ 420-ലധികം മരണം സംഭവിക്കുകയും ചെയ്തു. മറ്റൊരെണ്ണം അന്നേ ദിവസം തന്നെ വിലങ്ങാട്, കോഴിക്കോട് സംഭവിച്ചത്. ലാൻഡ്സ്ലൈഡ് ഓൾസോ ഇൻ ജൂലൈ 2024 destroying many houses and causing 1 death. ധാരാളം വീടുകളും കെട്ടിടങ്ങളും വന്ന് നശിച്ചു, ഒരു മരണവും സംഭവിച്ചു. അനദർ എക്സാമ്പിൾ അങ്കോല, ഉത്തര കന്നഡ ഓർ കർണാടകയിൽ അങ്കോളയിൽ സംഭവിച്ചത്. അതും ജൂലൈ 16, 2024 killing 9 people. 2024 ജൂലൈ 16 സംഭവിച്ച ഈ ദുരന്തത്തിൽ 9 പേർ മരണപ്പെട്ടു. ഇത്തരത്തിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്ന നാച്ചുറൽ കലാമിറ്റീസ് പലപ്പോഴും മനുഷ്യ നിർമ്മിതമാണ്. അതിനുള്ള കോമൺ കോസസ്, പൊതുവെയുള്ള കാരണങ്ങൾ: ക്ലൈമറ്റ് ചേഞ്ചസ് ട്രിഗറിങ് ഹെവി റെയിൻഫോൾ. ശക്തമായ മഴയ്ക്ക് കാരണമാകും വിധമുള്ള ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതും മനുഷ്യ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ചും സംഭവിക്കുന്നത്. ഡീഫോറസ്റ്റേഷൻ ആൻഡ് ലാൻഡ് യൂസ് ഇൻ ദ നെയിം ഓഫ് ഡെവലപ്മെന്റ്. പുരോഗതി, വളർച്ച, ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടുള്ള വനനശീകരണവും ലാൻഡ് യൂസ്, ഭൂമിയുടെ പ്രതലത്തിൻ്റെ അശാസ്ത്രീയമായ ഉപയോഗങ്ങൾ. ലെവലിംഗ് ഓഫ് എർത്ത് ഇഗ്നോറിംഗ് നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് സ്ലോപ്സ്. ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള സംരക്ഷണ ഭിത്തി പോലെ നിൽക്കുന്ന സ്ലോപ്പ്, ചെരിവുകളും കുന്നുകളുമൊക്കെ ലെവൽ ചെയ്യുന്നു, മണ്ണെടുത്തുകൊണ്ട് നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ. അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻസ്, അശാസ്ത്രീയമായ നിർമ്മിതികൾ. കോറിയിങ്, കോറികൾ, ഖനനം. ലെവലിംഗ് സ്ലോപ്സ്, ഭൂമിയുടെ സ്വാഭാവികമായ ചരിവുകളും കുന്നുകളും ലെവൽ ചെയ്യുന്ന പ്രവൃത്തികൾ. ആൻഡ് ലെയറിംഗ് എർത്ത് എറ്റ്സെട്ര, മണ്ണിട്ട് നികത്തുന്ന, ഉയർത്തുന്ന പ്രവൃത്തികൾ. ഇതൊക്കെ ഇത്തരത്തിലുള്ള ലാൻഡ്സ്ലൈഡ് പോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസിന് കാരണമാകുന്നുണ്ട്. Question 7. Sometimes journeys are delayed on account of breakdowns or natural calamities. പലപ്പോഴും യാത്രകൾ ബ്രേക്ക് ഡൗൺസ്, വാഹന തകരാറുകൾ കൊണ്ടോ ഓർ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ ഒക്കെ തടസ്സപ്പെടാറുണ്ട്, താമസിക്കാറുണ്ട്. Narrate your experiences of any of these. ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. This is a subjective question. തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യമാണിത്. Students will have different experiences, like getting delayed to reach school or back home. വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. പലപ്പോഴും സ്കൂളിലെത്താനോ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലെത്താനോ ഒക്കെ താമസം നേരിട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. If it were on an exam day, such a blockage would create extra stress and tension. ഇത്തരത്തിലുള്ള വഴിമധ്യയുള്ള തടസ്സവും
അത് ഉണ്ടാക്കുന്ന ഡിലേയും ഒരു എക്സാം ഡേയിൽ ആണെങ്കിൽ അത് കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും സൃഷ്ടിക്കും. വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. Question 8. The doctor says he will send Granny's glasses to the museum. What does he mean? ഡോക്ടർ പറയുന്നു മുത്തശ്ശിയുടെ കണ്ണട അദ്ദേഹം മ്യൂസിയത്തിലേക്ക് അയക്കുമെന്ന്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? The doctor means that Granny's glasses are so old. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുത്തശ്ശിയുടെ കണ്ണട വളരെ പഴയതാണ്. And he humorously says that they are antiques to be placed in a museum. ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ പാകത്തിന് ആൻറ്റീക്സ് പുരാവസ്തുവായി മാറിയിട്ടുണ്ട് മുത്തശ്ശിയുടെ കണ്ണട എന്നാണ് അദ്ദേഹം തമാശയിലൂടെ പറയുന്നത്. Question 9. What was Granny's reaction when she saw Manny clearly? പുതിയ കണ്ണട വെച്ച് മാനിയെ വ്യക്തമായി കണ്ടപ്പോൾ ഗ്രാനിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? Granny was so excited to see clearly her beloved grandson after many years. കുറേ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ്സൺ മാനിയെ വ്യക്തതയോടുകൂടി കണ്ടപ്പോൾ ഗ്രാനി വല്ലാതെ എക്സൈറ്റഡായി ആഹ്ലാദവതിയായി. She clapped her hands with joy and exclaimed he was a nice and fine boy. സന്തോഷം കൊണ്ട് കൈയടിച്ചുകൊണ്ട് അവർ ആഹ്ലാദത്തോടുകൂടി അത്ഭുതത്തോടുകൂടി പറഞ്ഞു, മാനി വളരെ നൈസ് ആൻഡ് ഫൈൻ ബോയ്, നല്ല ഒരു കുട്ടിയാണ് എന്നൊക്കെ. Seeing Manny, the first thing she did was to advise him to have a haircut, baths and buttons on his shirt. ആദ്യമായി വ്യക്തതയോടുകൂടി കണ്ടപ്പോൾ ആ മുത്തശ്ശി അവനെ ഉപദേശിച്ചത് അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം, വൃത്തിയായിട്ടൊന്ന് കുളിക്കണം, അവൻ്റെ ഷർട്ടിൽ ബട്ടൺസ് ഒക്കെ ഉപയോഗിക്കണം എന്നൊക്കെയായിരുന്നു. നെക്സ്റ്റ് some questions under Let's Rewind and the answers to them. Question 1. Why does Granny finally agree to travel to Missouri? അങ്ങനെ അവസാനം മുസൂറിയിലേക്ക് യാത്ര പോകാൻ തന്നെ ഗ്രാനി തീരുമാനിക്കുന്നു. എന്തുകൊണ്ട് ഗ്രാനി സമ്മതിക്കുന്നു? Granny was actually making excuses not to go to Missouri. മിസൂറിയിലേക്ക് പോകാതിരിക്കാനുള്ള ചില എക്സ്ക്യൂസുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ഗ്രാനി. അതിനുള്ള കാരണം ബിക്കോസ് ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ട് ഫ്രം മാനി. തൻ്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ്സൺ മാനിയെ പിരിയാൻ അവർക്കാകുമായിരുന്നില്ല. ഇറ്റ് വാസ് എ 2-day journey ആൻഡ് ഷീ കുഡ് നോട്ട് ഈവൻ തിങ്ക് ഓഫ് ബീയിങ് എവേ ഫ്രം ഹെർ ബിലവഡ് ഗ്രാൻഡ്സൺ. മുസൂറിയിലേക്കുള്ള യാത്ര എന്നുള്ളത് ഒരു 2-day ജേർണിയാണ്, 2 ദിവസം എടുക്കുന്ന യാത്രയാണ്. അത്രയും നേരം തൻ്റെ ഗ്രാൻഡ്സൺ മാനിയെ പിരിയാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മുത്തശ്ശിക്കാകുമായിരുന്നില്ല. ബട്ട് വെൻ മാനി സെഡ് he would accompany her, she was more than happy to walk with him. എന്നാൽ മാനി മുത്തശ്ശിയോടൊപ്പം മുസൂറിയിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അവനോടൊപ്പം യാത്ര ചെയ്യാനും നടക്കാനും മുത്തശ്ശിക്ക് വളരെയധികം സന്തോഷമായി. അതുകൊണ്ടാണ് ഗ്രാനി ആ യാത്രക്ക് തയ്യാറായത്. Question 2. Granny's courage and determination are evident in the story. Substantiate this statement with instances. ഗ്രാനിയുടെ കറേജും ഡിറ്റർമിനേഷൻ, ഉറച്ച മനക്കരുത്തുമെല്ലാം ഈ സ്റ്റോറിയിൽ വളരെ പ്രകടമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് സ്റ്റോറിയിൽ നിന്നും ഉദ്ധരിക്കുക. Though Granny's eyesight was poor, she was ready to walk the hilly path to Nain. ഗ്രാനിയുടെ ഐസൈറ്റ് മോശമായിരുന്നിട്ടും നെയിനിലേക്കുള്ള ഹില്ലി പാത്സ്, മലം പാതകൾ നടന്ന് സഞ്ചരിക്കാൻ അവർ റെഡിയായിരുന്നു. She had confidence to take the long and difficult walk in the rain. മഴയിലും ദീർഘമായ പ്രയാസകരമായ നടത്തം തുടരാൻ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആസ് there was nothing wrong with her legs. അതിനുള്ള കാരണം അവരുടെ കാലുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതും മാത്രമല്ല, ഷീ നെവർ ട്രസ്റ്റഡ് മോട്ടോർ റോഡ്സ്. വാഹനഗതാഗതത്തെ കൂടുതലൊന്നും അവർ ജീവിതത്തിൽ ആശ്രയിച്ചിട്ടില്ല, എല്ലായ്പ്പോഴും നടക്കുകയായിരുന്നു. ആൻഡ് ഈവൻ വെൻ എ ഹെവി ലാൻഡ്സ്ലൈഡ് ബ്ലോക്ക് ദ വേ ആൻഡ് മോസ്റ്റ് പാസഞ്ചേഴ്സ് റിട്ടേൺ, ഷീ ഷോഡ് കറേജ് ബൈ വാക്കിംഗ് അഹെഡ് ടു മുസൂറി. അങ്ങനെ മുസൂറിയിലേക്കുള്ള ബസ് യാത്ര ലാൻഡ്സ്ലൈഡ് കാരണത്താൽ മുടങ്ങിയപ്പോഴും ബസ് റിട്ടേൺ ചെയ്തപ്പോഴും മിക്ക യാത്രക്കാരും നൈനിലേക്ക് തന്നെ തിരിച്ചു പോന്നപ്പോഴും ഗ്രാനി മുസൂറിയിലേക്ക് നടക്കാനുള്ള ധൈര്യം കാണിച്ചു. Question 3. How does Manny support Granny during the journey? What does this reveal about his character? അവരുടെ യാത്രയിൽ
ഗ്രാനിയെ ഏതൊക്കെ രീതിയിലാണ് മാനി സപ്പോർട്ട് ചെയ്യുന്നത്? മാനിയുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് അവൻ്റെ പ്രവൃത്തികൾ വ്യക്തമാക്കുന്നത്? On the way, Manny asked Granny frequently if she was tired, wanted rest, and could see properly. വഴി നീളെ പലപ്പോഴും മാനി മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. ഇഫ് ഷി വാസ് ടയേർഡ്, മുത്തശ്ശി ക്ഷീണിച്ചോ? വാണ്ടഡ് റെസ്റ്റ്, മുത്തശ്ശിക്ക് റെസ്റ്റ് എടുക്കണമോ? ആൻഡ് കുഡ് സീ പ്രോപ്പർലി, നന്നായിട്ട് കാണുന്നുണ്ടോ എന്നൊക്കെ ഇടക്കിടക്ക് ചോദിച്ചറിയുന്നുണ്ട്. ദേ എറ്റ് ഫുഡ് ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിംഗ്. വഴിയരികെ അവർ ഭക്ഷണം കഴിച്ച് ഒരു സ്പ്രിങ്ങിൽ നിന്നും, ഒരു അരുവിയിൽ നിന്നും വെള്ളവും കുടിച്ചു. ഇൻ ദ ബസ് വെൻ ഗ്രാനി സ്ലാപ്റ്റ്, ഹീ സപ്പോർട്ടഡ് ഹർ വിത്ത് ഹിസ് ഷോൾഡേഴ്സ്. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുത്തശ്ശി ഉറക്കമായപ്പോൾ തൻ്റെ ഷോൾഡർ സപ്പോർട്ട് നൽകിക്കൊണ്ടും മുത്തശ്ശിയെ സഹായിച്ചു. മാനി വാസ് ട്രൂലി എ നൈസ് ആൻഡ് ഫൈൻ ബോയ്. മുത്തശ്ശി പറഞ്ഞ പോലെ മാനി തികച്ചും ഒരു നൈസ് ആൻഡ് ഫൈൻ ബോയ് ആയിരുന്നു. ഫുൾ ഓഫ് ലവ് ആൻഡ് കെയർ ഫോർ ഹിസ് ബിലവഡ് ഗ്രാനി. തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ കാര്യത്തിൽ വളരെ സ്നേഹവും കരുതലുമുള്ള ഒരു കുട്ടിയായിരുന്നു. Question 4. A shoulder to rest on is a blessing indeed. തല ചായ്ക്കാൻ ഒരു ഷോൾഡർ, സപ്പോർട്ട് ചെയ്യാൻ ഒരു ഷോൾഡർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു അനുഗ്രഹമാണ്. Don't you agree? ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുവോ? How does the story highlight the bond between generations? ഈ കഥ എങ്ങനെയാണ് തലമുറകൾക്കിടയിലുള്ള ബന്ധത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത്, പ്രകടമാക്കുന്നത്? ഹ്യൂമൻ ലൈഫ് ഈസ് എ മിക്സർ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. മനുഷ്യ ജീവിതം എന്നുള്ളത് അപ്സ് ആൻഡ് ഡൗൺസ്, ഉയർച്ചകളും താഴ്ചകളും, വിജയങ്ങളും പരാജയങ്ങളും, സന്തോഷവും സന്താപവും എല്ലാം കൂടിച്ചേർന്ന ഒരു മിക്സ്ചറാണ്. ടു ഹാവ് സമൺ ടു ലവ്, നമുക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക, നമ്മെ സ്നേഹിക്കാൻ മറ്റൊരാളുണ്ടാവുക. കെയർ ആൻഡ് സപ്പോർട്ടേഴ്സ്, നമുക്ക് കരുതൽ നൽകാനും സംരക്ഷിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരാളുണ്ടാവുക എന്നുള്ളത് ഈസ് ട്രൂലി എ ബ്ലെസ്സിങ്. അത് തീർച്ചയായും ഒരു അനുഗ്രഹം തന്നെയാണ്. വെൻ മാനീസ് മദർ ഡൈഡ്, ഹിസ് ഗ്രാനി ബ്രോട്ട് ഹിം അപ്പ്. മാനിയുടെ സ്വന്തം അമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടപ്പോൾ ഗ്രാനിയാണ് അവനെ വളർത്തിയത്. നൗ ഇൻ ഹർ ഓൾഡ് ഏജ് ഹീ ടേക്സ് കെയർ ഓഫ് ഹർ. ഇപ്പോൾ ആ ഗ്രാനി വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു. അവരുടെ പ്രയാസത്തിൽ, ആ വാർദ്ധക്യത്തിൽ മാനി ആ സ്നേഹവും കരുതലും ഇപ്പോൾ തിരിച്ചു നൽകുന്നു. ഹി ടേക്സ് കെയർ ഓഫ് ഹർ. അവനാണ് ആ മുത്തശ്ശിയെ സംരക്ഷിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. ദ ജേർണി, വാക്ക് ആൻഡ് ടോക്ക് ടുഗദർ ഹൈലൈറ്റ് ദ ഡീപ്പ് ആൻഡ് ഇൻസെപ്പറബിൾ ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻസ്. അവരുടെ യാത്രയും അവരുടെ സംസാരവും നടത്തവും എല്ലാം തന്നെ വ്യക്തമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് തലമുറകൾക്കിടയിലുള്ള ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത അഗാധമായ ബന്ധങ്ങളെ. ഇത്രയുമാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന സ്റ്റോറിയുടെ സമറിയും ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന വിവിധ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും. ഈ ലെസൺ ശരിയാംവിധം മനസ്സിലാക്കാൻ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.